ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓഗസ്റ്റ് 2 2025 കണ്ടക്ട് ചെയ്ത എക്സാം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. ആൻസർ സി ആണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അത് വന്നിട്ട് ഇറ-എളിയാണ് ആൻസർ. ആൻസർ ബി ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം? അത് ആൻസർ ഡി ആണ്, മലബാർ ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അത് വന്നിട്ട് എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ആൻസർ ബി എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. മൂന്നാമത്തെ ആൻസർ ബി ആണ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? അത് ആര്യ സമാജമാണ്. ആൻസർ എ ആണ് ആൻസർ. ഇനി അടുത്തത്, 1925 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിവീഴുന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? അത് നവശേവയാണ്. ആൻസർ ഡി ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അത് ശരിയാണ്. രണ്ടാമത്തെ, കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. അത് തെറ്റാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. അതും തെറ്റാണ്. ആൻസർ 7A ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? നേപ്പാൾ ഉൾപ്പെടും, ബംഗ്ലാദേശ് ഉൾപ്പെടില്ല, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ ഉൾപ്പെടും. അപ്പോൾ ആൻസർ 8C ആണ്. സി ആണ് ഇതിന്റെ ആൻസർ. അടുത്തത്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏത്? കിഴക്കേ അറ്റത്തുള്ള രേഖാംശം അത് 97°25 കിഴക്കാണ്. 9 ആൻസർ എ ആണ്. 10, പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? അത് സിന്ധു നദിയാണ്. ആൻസർ ഡി ആണ്. പഹൽഗ്രാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? അത് ആൻസർ സർദാർ സരോവറും ബക്രാനങ്കൽ ഡാമുമാണ്. ഓപ്ഷൻ ഡി ആണ്, 11D ആണ് ആൻസർ. കേരള സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? അതിന്റെ ആൻസർ ജീവനമാണ്. 12 ആൻസർ ഡി ആണ് ആൻസർ. ഇനി 13, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? അതിന് ഓപ്ഷൻ JA ഷുംപീറ്റർ ആണ്. 13A ആണ് ആൻസർ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? അതിന്റെ ആൻസർ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 15ാമത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സർക്കാർ ജീവനക്കാരാണ്. 15 സി ആണ് ആൻസർ. 16, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് അത് ബ്രണ്ട്ലാൻഡ് കമ്മീഷനാണ്. 16A ആണ് ആൻസർ. 17, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. ഇങ്ങനെ 2 തരത്തിൽ രീതിയിൽ കിട്ടിയ പണം മൂലധനമായി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. 17D ആണ് ആൻസർ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? അത് ഡോക്ടർ അരവിന്ദ് പനഗിരിയ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? അത് ഗുരജട അപ്പറാവു ആണ്. 19A ആണ് ആൻസർ.
ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? അത് ഓപ്പറേഷൻ സിന്ധു ആണ്. 20B ഓപ്പറേഷൻ സിന്ധു ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? അത് ആൻസർ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അടുത്തത്, സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? അത് ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതത്വവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഇ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? അത് ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാമാണ്. അടുത്തത്, ചേരുംപടി ചേർക്കുക. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ വരും? യൂണിയൻ ലിസ്റ്റിൽ സെൻസസ് 1C. രണ്ടാമത്തത്, സംസ്ഥാന ലിസ്റ്റിൽ ഏതാ വരിക? ജയിലുകൾ. കൺകറന്റ് ലിസ്റ്റിൽ ഏത് വരും? വനം വരും. അവശിഷ്ടാധികാരം, സൈബർ നിയമങ്ങൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. 24A ആണ് ആൻസർ. ഇനി അടുത്തത് 25. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ബാർ ഏതൊക്കെ? അതിന്റെ ആൻസർ ബി ആണ്. 2ഉം 3ഉം. ഒന്ന്, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. അത് തെറ്റാണ്. അതുപോലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ, അതും തെറ്റാണ്. 73-74 ഭരണഘടന ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ മുഖ്യ കമ്മീഷണർ A ഷാജഹാനാണ്. ഇതെല്ലാം കറക്റ്റാണ്. ഇത് രണ്ടും കറക്റ്റാണ്. ഇനി 26. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ഓപ്ഷൻ ഡി, ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അത് അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. അത് ശരിയാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. അതും ശരിയാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. അത് തെറ്റാണ്. അപ്പോ ആൻസർ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 28 ഓപ്ഷൻ സി ആണ്. അടുത്തത് 29. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്, 29. അത് തെറ്റാണ്. അടുത്തത്, രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. അതും തെറ്റാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. അതും തെറ്റാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. അതും തെറ്റാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, MGNREGAയുടെ പൂർണ്ണ രൂപം എന്താണ്? അതിന്റെ ആൻസർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. 30 ആൻസർ എ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുമ്പ് നൽകിയിരുന്ന വകുപ്പായിരുന്നു 370. അത് ശരിയാണ്. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. അത് തെറ്റാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അത് ശരിയാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. അതും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന രണ്ടാമത്തെ മാത്രമാണ്. അതായത് 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. അതാണ് അതിന്റെ തെറ്റായ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതിന്റെ ആൻസർ ഡി, കേരളമാണ്.
സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യമാണ്? സുരക്ഷാ നയം KSDMAയുടെ മുദ്രാവാക്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 34. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ജീൻ തെറാപ്പി കറക്റ്റാണ്. കാർഷിക വിളകളുടെ മയപ്പെടുത്തൽ ശരിയാണ്. ഗോര ചികിത്സ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. 34 ആണ് ആൻസർ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുക്കുക. അത് OPV പോളിയോ. ആൻസർ ബി ആണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? അതിന്റെ ആൻസർ എ ആണ്. ക്ലോറോ ഫ്ലോറോ കാർബണുകൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. 37. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്? അതിന്റെ ആൻസർ എ ആണ്. റിക്കൽസി അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന അസുഖമാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്. അടുത്ത ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? അതിന്റെ ആൻസർ സി ആണ്. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. 38 സി ആണ് ആൻസർ. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെർബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. സെർബ്രം മനുഷ്യ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അത് ശരിയായ ആൻസർ ആണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അത് തെറ്റാണ്. നമ്മുടെ ശരീരത്തിന്റെ സമതുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്ന അത് തെറ്റാണ്. അത് സെർബിലമാണ്. കാക്ക ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് സെർബ്രമാണ്. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉം ശരിയാണ്. അത് അപ്പോൾ ആൻസർ എ ആണ് ആൻസർ. അടുത്തത് 40. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? 40 ആൻസർ അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. 40 സി ആണ്. 41. അമ്ലമഴയുടെ pH മൂല്യം എത്ര? അമ്ലമഴ ആകുമ്പോൾ pH താഴെ ആയിരിക്കണം. അപ്പോൾ 5.6ന്റെ താഴെ. 41 എ ആണ് ആൻസർ. 42. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? അത് 3ാം ചലന നിയമമാണ്. 42 സി ആണ് ആൻസർ. 43. വൈദ്യുതി കാന്തിക തരംഗങ്ങൾ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? അതിന്റെ ആൻസർ എ ആണ്. ഗാമാകിരണമാണ്. 43 ആൻസർ എ ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള സ്ഥാനം ജീവിയുടെ മൂലം സെന്ററിലാണ്. അപ്പോൾ അത് ബി. ഓപ്ഷൻ ബി 0 ആണ്. 45. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? അതിന്റെ ആൻസർ ഡി. ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ഭാര്യ വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തത് ഏത് വാഹനത്തിലായിരുന്നു? അതിന്റെ ആൻസർ സ്പേസ് എക്സ് ക്രൂ ഗൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. 47. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു? 132 എത്ര ഗ്രാം അടങ്ങിയിരിക്കുന്നു? 3 മോളാണ് അടങ്ങിയിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടെത്തുക? 132 ഇതിന്റെ മൊത്തം മാസം എത്ര വരും? 14, 32, 44. അപ്പോൾ എത്ര വരും? 3 വരും ആൻസർ. 4, 3, 12. അങ്ങനെയാണ് ഓപ്ഷൻ സി വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 48. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര്. അതിന്റെ പേരെന്താണ്? 48 എ ആണ് ആൻസർ. അതിപൂരിത ലായനി എന്നാണ് പറയുക. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹ സങ്കരമാണ്? അതിന്റെ ഓപ്ഷൻ എ ആണ്. ആൽനിക്കോയാണ്. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അസറ്റലീൻ ആണ്. 50 ആൻസർ ബി. ഇനി 51. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ഉപകരണം AI ടൂൾ ഏതാണ്? അത് 51 ആൽഫ ഫോൾഡ് ആണ്. 51 സി ആണ് ആൻസർ. 52. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ആൻസർ പണിയ നൃത്തം ശരിയാണ്. പാളിയ നൃത്തം ശരിയാണ്. ഇരുള നൃത്തം ശരിയാണ്. മംഗലം കളി ശരിയാണ്. മിഥുവ നൃത്തം തെറ്റാണ്.
മലയപ്പുലിയാട്ടം കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 52 ഡി ആണ്. ഓപ്ഷൻ 52ന്റെ ആൻസർ ഡി ആണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ്? അതിന്റെ ആൻസർ എല്ലാവരുമാണ്. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ എല്ലാവരുമാണ്. 53 ആൻസർ ഡി ആണ്. 54 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം 54 അത് ബി ആണ്. ചെനാബ് റെയിൽവേ പാലമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 55 ചേരുംപടി ചേർക്കുക. നിരീശ്വരൻ VJ ജെയിംസ് ആണ്. മീശ എഴുതിയത് എസ് ഹരീഷ് ആണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയനുകൾ അതെഴുതിയത് NS മാധവനാണ്. സമ്പർക്ക് ക്രാന്തി അതെഴുതിയത് വി ഷിനിലാലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 55 ഓപ്ഷൻ എ. 56 കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി അതേതാണ്? 56 സി ആണ്. എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 57 ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതിന്റെ ആൻസർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം അത് ശരിയാണ്. വൃശ്ചികോത്സവം തളിക്ഷേത്രം കോഴിക്കോട് തെറ്റാണ്. പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് ശരിയാണ്. പെങ്കുനി ഉത്സവം കൽപ്പാത്തി പാലക്കാട് അത് തെറ്റാണ്. അപ്പോൾ 57 ആൻസർ ബി ആണ്. അടുത്തത് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? അതിന്റെ ആൻസർ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. 59 സി ആണ് ആൻസർ. 60 താഴെ പറയുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? അതിന്റെ ആൻസർ ലേബർ ഓഫീസ് ഇംപ്രസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമം ഏതാണ്? അതിന്റെ ആൻസർ ഡയസ്പോറ ആണ്. 61 എ ആണ് ആൻസർ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ് ഡീപ് സീക്ക്. 62 ബി ആണ് ആൻസർ. 63 ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അതിന്റെ ആൻസർ സി അമരാവതിയാണ്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ, ക്യാബിനറ്റ് പേപ്പറുകൾ, വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേകാവകാശ ലംഘനത്തിന് കാരണമാവും, മന്ത്രിമാരുടെ സമിതിയിലുള്ള ചർച്ചകളുടെ രേഖകൾ. ഇതിൽ ഒഴിവാക്കാത്ത വിവരങ്ങൾ ബി ഒന്നാമത്തേതാണ് ആൻസർ. അപ്പോൾ ബി ആണ് ആൻസർ. 64 ബി ആണ് ആൻസർ. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? അതിന്റെ ആൻസർ ബി ആണ്. എസ് 8ാമത്തേന്. അപ്പോൾ ഓപ്ഷൻ ബി. 66 ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? അത് ഓപ്ഷൻ 338 ഓപ്ഷൻ എ ആണ്. അടുത്തത് ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം അത് ഓപ്ഷൻ 18 വയസ്സിന് താഴെ. ഓപ്ഷൻ 2 ഓപ്ഷൻ സി ആണ് വരുന്നത്. 68 സി ആണ് ആൻസർ. 69 പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283 റിപ്പോർട്ടാണ്. 69 എ ആണ് ആൻസർ. അടുത്തത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിന്റെ SUD രക്ഷിതാവ് എന്ന് പറയുന്നത് ആരാണ്? ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. ഓപ്ഷൻ 3 ആണ് വരുന്നത്. 1ഉം 2ഉം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 70 സി ആണ് ആൻസർ. 71
ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്ററും 75 സെന്റിമീറ്ററും 8 മീറ്ററും 25 സെന്റിമീറ്ററും ആണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ചെടിയുടെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക. 71. ആൻസർ ബി ആണ്. 25. 9808 × 625. അതിൻ്റെ ആൻസർ സി ആണ്. 61.3 × 10⁵. ഓപ്ഷൻ സി ആണ്. അടുത്തത് 73. എ ബി എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? അത് 6 മണിക്കൂർ 40 മിനിറ്റ് ആണ്. 73 എ ആണ് ആൻസർ. 74. x/y⁻12 into y⁻24 into z³ is equal to. അതിൻ്റെ ആൻസർ സി ആണ്. 74 സി ആണ്. xy/z⁻12 ആണ്. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയാണ്? അതിൻ്റെ ആൻസർ ഡി ആണ്. 5350. ഓപ്ഷൻ ഡി ആണ്. 76. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? അതിൻ്റെ ആൻസർ സി ആണ്. 44 തവണയാണ്. WFBDGDQHG. അപ്പോൾ അടുത്തത് വരുന്നത് ഏതാണ്? അടുത്തത് NIK ആണ്. 5, 16, 51, 158. അതിൻ്റെ അടുത്ത സീക്വൻസ് എന്തായിരിക്കും? അതിൻ്റെ അടുത്ത സീക്വൻസ് 481 ആണ്. ഓപ്ഷൻ ബി ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. 79. അതിൻ്റെ ആൻസർ എന്താണ്? നോർഗെ ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 16/4/2020 തുടങ്ങി 9 മാസം 5 ദിവസം പൂർത്തിയാകുന്ന തീയതി. അത് ഓപ്ഷൻ ഡി 20/1/2021 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ഇംഗ്ലീഷ് ആണ്. ടീച്ചർ കുഡ് നോട്ട് ഹൈഡ് ലാഫിംഗ് അറ്റ് ദി ക്രിറ്റിസിസം. 81 സി ആണ് ആൻസർ. 82. If I have money, I will buy a new dress for you. 82 ഓപ്ഷൻ എ ആണ്. 83. My mother had been living in this house for 10 years. ഓപ്ഷൻ ബി ആണ്. 84. The poem tempts the readers to ponder over the beauty of nature. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 84 ഡി. 85. Give a one-word substitute for person who loves book. അതിൻ്റെ ആൻസർ 85 bibliophile. 85 എ ആണ് ആൻസർ. The corrective spelt word is vacuum ആണ്. vacuum. 86 സി ആണ് ആൻസർ. 87. What does the foreign phrase vis-a-vis means? In relation to. 87 ബി ആണ് ആൻസർ. 88. Sheep, flock, fish, school ആണ്. 88 ഡി ആണ് ആൻസർ. 89. Change into report speech. His father asked, do you think you know the lesson better than your teacher? And answer A ആണ്. His father asked whether he thought he knew the lesson better than his teacher. 89 A ആണ്. Expand RDX. RDXന്റെ ഫുൾ ഫോം എന്താണ്? റോയൽ ഡെമോളിഷൻ എക്സ്പ്ലോസീവ്. 90 സി ആണ്. 91. താഴെ പറയുന്നതിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? 91 അത് സ്നൂഷ. 91 സി ആണ് ആൻസർ. 92. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ. അതിന്റെ ഒറ്റപ്പദം തന്നെ വൈയാകരണൻ. 92 ബി ആണ് ആൻസർ. 93. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. അതിന്റെ ആൻസർ ഡി ആണ്. ജനകൻ, ജാനകി. തെറ്റാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. 94. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം. അത് സൗവർണമാണ്. 94 ഡി ആണ് ആൻസർ. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അത് ഭരതവാക്യം ചൊല്ലുക. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഭരതവാക്യം ചൊല്ലുക. 95 എ ആണ് ആൻസർ. 96. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ അത് ഓപ്ഷൻ ബി പരാ പ്ലസ് ഉപകാരം. 96 ബി ആണ് ആൻസർ. 97. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ബഹിർമുഖൻ. 97 എ ആണ്. 98. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ. ആൻസർ ബി ആണ്. ആളറിഞ്ഞ് ദാനം നൽകണം. 99. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? അതിന്റെ ആൻസർ കപോലം തലയൊട്ടിയാണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? അതിന്റെ ആൻസർ സി ആണ്. പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. അപ്പോൾ ഇന്നത്തെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കണക്കുകൾ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുന്നത്, കണക്കും ഇംഗ്ലീഷും ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുന്നത് വേറൊരു ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും.
ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്